അബുദാബിയിലെ പ്രമുഖ മ്യൂസിയത്തിൽ രാത്രി 9 മണി കഴിഞ്ഞിട്ടും അമലൻ തൻ്റെ മേശപ്പുറത്തിരുന്ന ആ പുരാതന പാപ്പിറസ് ചുരുളിൽ നിന്നും കണ്ണെടുത്തിരുന്നില്ല. ഈജിപ്തിലെ ഏതോ രാജകീയ കല്ലറയിൽ നിന്നും കണ്ടെടുത്ത 3000-ലധികം വർഷം പഴക്കമുള്ള ബുക്ക് ഓഫ് ദി ഡെഡ് ആയിരുന്നു അത്. മരണാനന്തര ലോകത്തിൻ്റെ ദൈവമായ അനൂബിസിൻ്റെയും ഹൃദയം തൂക്കി നോക്കുന്ന തുലാസിൻ്റെയും ചിത്രങ്ങൾ ആ ചുരുളിൽ വ്യക്തമായി കാണാമായിരുന്നു. അമൽ, സമയം ഒരുപാടായി, ബാക്കി നാളെ നോക്കാം. ഞാൻ മ്യൂസിയം ലോക്ക് ചെയ്യാൻ പോവുകയാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ ഹമീദ് വിളിച്ചു പറഞ്ഞു. 2 മിനിറ്റ് ഹമീദ് ഭായ്, ഈ ഒരു വരി കൂടി വായിച്ചു തീർക്കട്ടെ, അമൽ പറഞ്ഞു. ചുരുളിൻ്റെ അവസാന ഭാഗത്ത് തികച്ചും അപൂർവമായ ചില ചിത്രങ്ങളുണ്ടായിരുന്നു. ഒരു സ്ത്രീ രൂപമുള്ള ജിന്നിൻ്റെയും കോപാകുലരായ ഈജിപ്ഷ്യൻ കാവൽക്കാരുടെയും രൂപങ്ങൾ. അതിനു താഴെ ചുവന്ന മഷിയിൽ എഴുതിയ മാന്ത്രിക മന്ത്രം അമൽ പതുക്കെ ഉച്ചത്തിൽ വായിച്ചു. ഊനു പെരത് എം ഹൈരു യാ അൻപൂ, ആത്മാക്കളുടെ വാതിൽ തുറക്കുക. അമൽ ആ വരികൾ വായിച്ചു തീർന്നതും മ്യൂസിയത്തിനകത്തെ എയർ കണ്ടീഷണറുകൾ നിശ്ചലമായി. കനത്ത ഒരു നിശബ്ദത ആ മുറിയിൽ പടർന്നു. പെട്ടെന്ന് മ്യൂസിയത്തിലെ ലൈറ്റുകൾ ഓരോന്നായി കെട്ടുപോയി. ചുറ്റും കട്ട പിടിച്ച ഇരുട്ട് മാത്രം. ഹമീദ് ഭായ്, എന്താ പറ്റിയത്? അമൽ വിളിച്ചു ചോദിച്ചു. പക്ഷേ മറുപടി ഉണ്ടായില്ല. തൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ ശ്രമിച്ച അമലിന് നെഞ്ചിടിപ്പേറി. ഫോൺ പൂർണ്ണമായും ഓഫായിരിക്കുന്നു. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന പുരാതന പാപ്പിറസ് ചുരുളിൽ നിന്നും ഒരു നേർത്ത സ്വർണ്ണ വെളിച്ചം പുറത്തേക്ക് വരാൻ തുടങ്ങി. അമൽ ഭയത്തോടെ പിന്നോട്ട് മാറി. ആ വെളിച്ചത്തിൽ നിന്നും പുകപടലങ്ങൾ ഉയരുകയും അതിൽ നിന്നും ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കുറുക്കൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഈജിപ്ഷ്യൻ പുരാണങ്ങളിലെ മരണത്തിൻ്റെ ദേവനായ അനൂബിസ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൻ്റെ കയ്യിൽ തിളങ്ങുന്ന ഒരു വലിയ സ്വർണ്ണ തുലാസ് ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ കനൽ പോലെ ജ്വലിച്ചു. മർത്യനായ മനുഷ്യ, കല്ലറയ്ക്കുള്ളിൽ നിന്നെന്ന വണ്ണം ആഴമുള്ള ഒരു ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നീ നിഷിദ്ധമായ വരികൾ ഉച്ചരിച്ചു. മരണാനന്തര ലോകത്തിലേക്ക് കടക്കാനുള്ള വാതിൽ നീ തുറന്നിരിക്കുന്നു. ഇനി നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം അളക്കേണ്ടതുണ്ട്. അമലിന് ഭയം കൊണ്ട് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവൻ്റെ കാലുകൾ നിലത്ത് ഒട്ടിപ്പിടിച്ചതുപോലെ അനക്കാൻ കഴിഞ്ഞില്ല. അനൂബിസ് തൻ്റെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ അമലിൻ്റെ നെഞ്ചിന് നേരെ നീട്ടി. ഒരു നിമിഷം കൊണ്ട് ഒരു വേദനയും അറിയാതെ അമലിൻ്റെ ശരീരത്തിൽ നിന്നും പ്രകാശിക്കുന്ന ഒരു രൂപം വേർപെട്ടു. അവൻ്റെ സ്വന്തം ആത്മാവ്. അനൂബിസ് ആ തുലാസിൻ്റെ ഒരു തട്ടിൽ അമലിൻ്റെ തിളങ്ങുന്ന ഹൃദയം വെച്ചു. മറുതട്ടിൽ സത്യത്തിൻ്റെ ദേവതയായ മാത്തിൻ്റെ വെളുത്ത തൂവലും. നിന്റെ പാപങ്ങൾ പറയുക, അനൂബിസ് കൽപ്പിച്ചു. ഭയം കൊണ്ട് വിറച്ച അമൽ താൻ ചെയ്ത ചെറിയ തെറ്റുകൾ പോലും ഓർത്തുപോയി. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരോടും വലിയ കള്ളങ്ങൾ പറഞ്ഞിട്ടില്ല. തുലാസ് പതുക്കെ ആടാൻ തുടങ്ങി. ഹൃദയമിരിക്കുന്ന തട്ട് താഴേക്ക് പോയാൽ അമലിൻ്റെ ആത്മാവിനെ അവിടെ കാത്തുനിൽക്കുന്ന രാക്ഷസൻ വിഴുങ്ങും. തൂവലിരിക്കുന്ന തട്ട് താഴേക്ക് പോയാൽ മാത്രമേ അവന് രക്ഷയുള്ളൂ. തുലാസ് കൃത്യം നടുവിലായി നിന്നു. നിന്റെ ഹൃദയം ശുദ്ധമാണ്, എങ്കിലും ഭൂമിയിലെ നിന്റെ സമയം അവസാനിച്ചിട്ടില്ല. ഈ വഴി നിനക്കുള്ളതല്ല, അനൂബിസ് അരുളി ചെയ്തു. അവൻ തൻ്റെ വടി നിലത്ത് ശക്തമായി അടിച്ചു. ഒരു വലിയ വെളിച്ചം അമലിൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചു കയറി. അമൽ, അമൽ, എഴുന്നേൽക്കൂ! ആരോ കുലുക്കി വിളിച്ചപ്പോഴാണ് അമൽ കണ്ണു തുറന്നത്. ചുറ്റും വെളിച്ചം പരന്നിരുന്നു. മ്യൂസിയത്തിലെ ലൈറ്റുകളെല്ലാം കത്തുന്നുണ്ട്. മുന്നിൽ ആശങ്കയോടെ ഹമീദ് ഭായ് നിൽക്കുന്നു. അമൽ മേശപ്പുറത്തേക്ക് നോക്കി. അവിടെ ആ പാപ്പിറസ് ചുരുൾ പഴയതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്തുണ്ടായിരുന്ന ആ മന്ത്രങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. തൻ്റെ നെഞ്ചിൽ കൈവച്ച് അമൽ വേഗത്തിൽ ശ്വാസമെടുത്തു. അത് വെറും സ്വപ്നമായിരുന്നു. അന്നു രാത്രി കടുത്ത അസ്വസ്ഥതയോടെയാണ് അമൽ ഫ്ലാറ്റിലേക്ക് മടങ്ങിയത്. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ സ്വർണ്ണ തുലാസും അനൂബിസിൻ്റെ ജ്വലിക്കുന്ന കണ്ണുകളുമാണ് അവൻ്റെ ഓർമ്മയിൽ വന്നത്. ഷർട്ടിൻ്റെ ബട്ടൺസ് മാറ്റിയ അമൽ പെട്ടെന്ന് ഞെട്ടിത്തരിച്ചുപോയി. അവൻ്റെ നെഞ്ചിൻ്റെ കൃത്യം മധ്യത്തിലായി കറുത്ത മഷിയിൽ വരച്ചതുപോലെ ഒരു അടയാളം തെളിഞ്ഞു നിന്നിരിക്കുന്നു. ഈജിപ്ഷ്യൻ പുരാണങ്ങളിലെ സത്യത്തിൻ്റെ പ്രതീകമായ മാത്തിൻ്റെ തൂവൽ. അർദ്ധരാത്രി 2 മണിയായി കാണും. പുറത്ത് അബുദാബി നഗരത്തിലെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അമലിൻ്റെ മുറിക്കുള്ളിലെ താപനില ക്രമാതീതമായി താഴാൻ തുടങ്ങി. പെട്ടെന്ന് കട്ടിലിനരികിലെ മേശപ്പുറത്തിരുന്ന അവൻ്റെ ഫോൺ തനിയെ ഓൺ ആയി. അതിൽ നിന്നും ഒരു വിചിത്രമായ വെളിച്ചം പടർന്നു. അതിൽ നിന്നും ഒരു സ്ത്രീരൂപത്തിൻ്റെ നിഴൽ ചുവരിലേക്ക് വീണു. നീ വഴിതെറ്റിപ്പോയ ആത്മാവാണ്. മുറിക്കുള്ളിൽ വായുവിൽ നിന്നും ഒരു നേർത്ത സ്ത്രീ ശബ്ദം കേട്ടു.
മുറിയുടെ മൂലയിൽ ഇരുട്ടിൻ്റെ കട്ടി കൂടിയ ഒരു ഭാഗത്തു നിന്നും ഒരു സ്ത്രീരൂപം പതുക്കെ പുറത്തേക്ക് നടന്നു വന്നു. അവൾ അതിസുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തതായിരുന്നു. ഈജിപ്ഷ്യൻ രാജ്ഞിമാരെ പോലെയുള്ള വസ്ത്രധാരണവും തലമുടിയിൽ സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു. ആരാണ് നീ? അമൽ കട്ടിൽ നിന്നും പിന്നോട്ട് നീങ്ങി ഭിത്തിയോട് ചേർന്നു നിന്നു. ഞാൻ നെഫ്തിസ്, മരണാനന്തര ലോകത്തെ കാവൽക്കാരിൽ ഒരാൾ, ആ രൂപം ശാന്തമായി പറഞ്ഞു. നീ വായിച്ച മന്ത്രം മരണത്തിൻ്റെ വാതിൽ തുറക്കുക മാത്രമല്ല ചെയ്തത്, ഈ ലോകത്തിലേക്ക് കടക്കാനുള്ള വഴി ഞങ്ങൾക്ക് മുന്നിലും തുറന്നു തന്നു. അവളുടെ പുറകിലായി മുറിയുടെ വാതിലിനടിയിലൂടെ കറുത്ത പുകരൂപത്തിൽ ചില വിചിത്ര രൂപങ്ങൾ അകത്തേക്ക് കയറാൻ തുടങ്ങി. നീണ്ട നഖങ്ങളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള മനുഷ്യരൂപമില്ലാത്ത ചില നിഴലുകൾ. അവർ അമ്മുത്ത് എന്ന രാക്ഷസന്റെ അനുചരന്മാരാണ്. തുലാസിൽ ഹൃദയത്തിന് ഭാരം കൂടിയവരുടെ ആത്മാക്കളെ തിന്നുന്നവർ. നിന്നെ പിന്തുടർന്ന് അവർ ഈ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കഥ കടച്ചില്ലെങ്കിൽ നിന്റെ നഗരം മുഴുവൻ അവർ ശ്മശാനമാക്കും. നീ തുറന്ന വാതിൽ നീ തന്നെ അടയ്ക്കണം. അതിനുള്ള മന്ത്രം ആ പുസ്തകത്തിൻ്റെ അവസാന താളിലുണ്ട്. അതിനായി നീ വീണ്ടും മ്യൂസിയത്തിലേക്ക് പോകണം. നെഫ്തിസ് മുന്നറിയിപ്പ് നൽകി. സമയം ഒട്ടും കളയാനില്ലായിരുന്നു. അമൽ തൻ്റെ കാറിൻ്റെ ചാവിയെടുത്ത് താഴേക്ക് ഓടി. വായുവിൽ ഒഴുകി നടക്കുന്ന ആ കറുത്ത നിഴലുകൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവൻ മ്യൂസിയത്തിൽ എത്തുമ്പോൾ സമയം പുലർച്ചെ 3 മണിയോടടുത്തിരുന്നു. അമൽ തൻ്റെ മേശക്കരികിലേക്ക് ഓടിയെത്തി. അവിടെ ആ പഴയ ബുക്ക് ഓഫ് ദി ഡെഡ് പാപ്പിറസ് ചുരുൾ കാറ്റിൽ പതുക്കെ ഉലയുന്നുണ്ടായിരുന്നു. അവൻ ചുരുൾ കയ്യിലെടുത്തു. പക്ഷേ ആ താളുകൾ ഇപ്പോൾ പൂർണ്ണമായും ശൂന്യമായിരുന്നു. മന്ത്രങ്ങൾ എവിടെ പോയി? അമൽ നിലവിളിച്ചു. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലെ ആ തൂവലിൻ്റെ അടയാളം കടുത്ത ചൂടോടെ തിളങ്ങാൻ തുടങ്ങി. ആ വെളിച്ചം നേരെ പാപ്പിറസ് ചുരുളിലേക്ക് പതിച്ചു. മാഞ്ഞുപോയ അക്ഷരങ്ങൾ വീണ്ടും ചുരുളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ആ കറുത്ത നിഴലുകൾ അമലിൻ്റെ തൊട്ടടുത്തെത്തി. അവയുടെ തണുത്തുറഞ്ഞ കൈകൾ അവൻ്റെ കഴുത്തിന് നേരെ നീണ്ടപ്പോൾ ശ്വാസമെടുക്കാൻ പോലും അവന് ബുദ്ധിമുട്ടായി. ഭയം കാരണം കണ്ണുകൾ അടഞ്ഞുപോയ നിമിഷം അമൽ ആ വരികൾ ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഇത്തവണ അവൻ്റെ മാതൃഭാഷയിലാണ് ആ വരികൾ രൂപം കൊണ്ടത്. ഇരുളിൽ നിന്നും വന്നവ ഇരുളിലേക്ക് തന്നെ മടങ്ങട്ടെ. തുറക്കപ്പെട്ട വാതിലുകൾ എന്നേക്കുമായി അടയട്ടെ. അമൽ ആ വരികൾ പൂർത്തിയാക്കിയതും മ്യൂസിയത്തിൻ്റെ വലിയ ഹാളിൽ ഒരു ശക്തമായ ചുഴലിക്കാറ്റ് വീശിയടിച്ചു. അത് ആ കറുത്ത നിഴലുകളെയും പുകപടലങ്ങളെയും വലിച്ചെടുക്കാൻ തുടങ്ങി. നെഫ്തിസ് എന്ന നിഗൂഢ രൂപം ശാന്തമായി അമലിനെ നോക്കി പുഞ്ചിരിച്ചു. നീ വാതിലടച്ചു കഴിഞ്ഞു അമൽ. പക്ഷേ ഓർക്കുക, മരണത്തിൻ്റെ ലോകം തൊട്ടറിഞ്ഞവർക്ക് ഈ ലോകം ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഒരു വലിയ പ്രകാശവിസ്ഫോടനത്തോടെ ആ നിഴലുകളും നെഫ്തിസും വായുവിൽ അപ്രത്യക്ഷമായി. പിറ്റേന്ന് രാവിലെ മ്യൂസിയത്തിൽ എത്തിയ ഹമീദുമായി കണ്ടത് മേശപ്പുറത്ത് തലവെച്ച് ശാന്തമായി ഉറങ്ങുന്ന അമലിനെയാണ്. അമൽ, നീ രാത്രി വീട്ടിൽ പോയില്ലായിരുന്നോ? ഹമീദ് അവനെ തട്ടി വിളിച്ചു. അമൽ പതുക്കെ കണ്ണുകൾ തുറന്നു. രാത്രി നടന്നതൊന്നും ഒരു സ്വപ്നമല്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് മാറ്റി നോക്കി. അവിടെ ഉണ്ടായിരുന്ന തൂവലിൻ്റെ അടയാളം പൂർണ്ണമായി മാഞ്ഞുപോയിരുന്നു. പക്ഷേ അതിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ചെറിയ കറുത്ത മറുകുണ്ട്. ഒരു കുറുക്കൻ്റെ തലയുടെ രൂപത്തിൽ. അനൂബിസിൻ്റെ മുദ്ര. ഞാൻ പോവുകയാണ് ഹമീദ് ഭായ്, കുറച്ച് വിശ്രമം വേണം. അമൽ തൻ്റെ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് നടക്കുമ്പോൾ അമൽ തൻ്റെ ഫോൺ എടുത്തു നോക്കി. അത് ഇപ്പോൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും മെസ്സേജ് വന്നു. അവൻ മെസ്സേജ് തുറന്നു നോക്കി. അതിൽ ഒരു ഈജിപ്ഷ്യൻ മമ്മി ശവപ്പെട്ടിയുടെ ചിത്രവും താഴെ ഒരു വരിയുമുണ്ടായിരുന്നു. വാതിൽ നീ അടച്ചു, പക്ഷേ താക്കോൽ ഇപ്പോഴും നിന്റെ കയ്യിലാണ്. അടുത്ത യാത്രയ്ക്ക് തയ്യാറായിരിക്കുക. അമൽ ഭയത്തോടെ ചുറ്റും നോക്കി. അബുദാബിയിലെ ആ തിരക്കേറിയ റോഡിലൂടെ നടന്നുപോയ ചില അപരിചിതരുടെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തിരിക്കുന്നത് പോലെ അവന് തോന്നി. അവർ അവനെ നോക്കി നിഗൂഢമായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. മരണത്തിൻ്റെ പുസ്തകം അവനെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു.